നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. 2026 റാഫ്റ്റോ ക്രിക്കറ്റിൽ ചെയ്ത ആദ്യ വീഡിയോ ആണ് അത്. മൈറ്റി ഓസീസിൻ്റെ വീഡിയോ. യെസ്, ഈ T20 വേൾഡ് കപ്പിനുള്ള ഓസ്ട്രേലിയൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. സുപ്രധാനമായ ചില തീരുമാനങ്ങളുണ്ട് ഈ സ്ക്വാഡിൽ. ചില പ്രധാന താരങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ടീം കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. നമ്മൾ വിശദമായിട്ട് വാർത്തയിലേക്ക് കടക്കുകയാണ്. ഓസ്ട്രേലിയൻ നാഷണൽ സെലക്ടേഴ്സ് ഒരു സ്പിൻ ഹെവി സ്ക്വാഡിനെ ഈ T20 വേൾഡ് കപ്പിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്, കാരണം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണല്ലോ ടൂർണമെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ടീം കോമ്പിനേഷൻ പിടിക്കാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. സ്ക്വാഡിലെ മോസ്റ്റ് നോട്ടബിൾ ഒമിഷൻ എന്ന് പറയുന്ന ബിഗ് ഹിറ്റിംഗ് ബാറ്റർ മിച്ചൽ ഓവൻ ഒഴിവാക്കിയിട്ടുണ്ട്. സമീപകാലത്ത് പല മത്സരങ്ങളിലും കളിച്ചിട്ടുള്ള താരമാണ് മിച്ചൽ ഓവൻ. അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ മിച്ചൽ സ്റ്റാർക്കിൻ്റെയും സ്പെൻസർ ജോൺസിൻ്റെയും അഭാവത്തിൽ ഒരു ലെഫ്റ്റ് ആം ബേസർ സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അതില്ല. പകരം റൈറ്റ് ആം സ്ട്രൈക്ക് ബൗളറായിട്ട് അവർ സേവിയർ ബാറ്റ്ലെറ്റിനെ സ്ക്വാഡിലേക്ക് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ബെൻ ഡോർഷിസും സ്ക്വാഡിലില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കൂപ്പർ കനോലി ഇതുവരെ ഓസ്ട്രേലിയക്ക് വേണ്ടി കഴിഞ്ഞ ഒരു 12 മത്സരങ്ങളിൽ, കഴിഞ്ഞൊരു T20 മത്സരങ്ങൾ 12 മത്സരങ്ങൾ എടുത്താൽ അതിലൊന്നും കളിച്ചിട്ടില്ലാത്ത കൂപ്പർ കനോലിയെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഒരു സർപ്രൈസ് ഇൻക്ലൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മാത്യു ഷോട്ട്, മാത്യു കുഞ്ഞമൻ, ബാറ്റ്ലെറ്റ് ഇവരെല്ലാം വേൾഡ് കപ്പിൽ അവരുടെ ഡെബ്യൂ നടത്താൻ വേണ്ടി പോവുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഒരു ഫോമാറ്റിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. സ്പെൻസർ ജോൺസൺ ഒരു ലെഫ്റ്റ് ആം സീം എന്ന രൂപത്തിൽ ഈ ഫോർമാറ്റിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് ബാക്ക് ഇഞ്ചുറി കാരണം അദ്ദേഹവും ഈ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഡോർഷിസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്ക്വാഡിലേക്കില്ല. പകരം ആ ഒരു പൊസിഷനിലേക്ക് സേവിയർ ബാറ്റ്ലെറ്റ് വരികയാണ്. പിന്നെ ഓവൻ്റെ കാര്യത്തിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിഞ്ഞ 6 മാസത്തിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ച ആളാണ്. എന്ന് പറയുമ്പോൾ 13 T20 മത്സരങ്ങൾ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് അദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ചു. അദ്ദേഹത്തെക്കാൾ കൂടുതൽ 2 താരങ്ങൾ മാത്രമാണ് അധികം ഓസ്ട്രേലിയക്കായിട്ട് T20 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടമില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, കാമറൺ ഗ്രീൻ മടങ്ങിയെത്തി. അപ്പോൾ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തി. പിന്നെ മാർക്കസ് സ്റ്റോയിനിസ് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന രൂപത്തിൽ മാർക്കസ് സ്റ്റോയിനിസും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് മിച്ചൽ ഓവൻ എന്തായാലും പുറത്താവുന്നത്. അപ്പോൾ ഓവനും ഡോർഷീസും പുറത്തു പോകുന്നു. പിന്നെ നമ്മൾ സാധാരണ കാണാറുള്ള പലപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്ക്വാഡിൽ കാണാറുള്ള താരങ്ങളുണ്ട്. ഷോൺ അബട്ട്, ആരോൺ ഹാഡ്ലി, അലക്സ് ക്യാരി, ജോഷ് ഫിലിപ്പ്, ഇവർ ഇപ്പം സ്ക്വാഡിലില്ല. പരിക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉള്ളവരും ഈ കൂട്ടത്തിലുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഏതായാലും ഓസ്ട്രേലിയയുടെ 15 അംഗ സ്ക്വാഡ് എങ്ങനെയാണെന്ന് നോക്കാം. മിച്ചൽ മാർഷ് ക്യാപ്റ്റൻ, സേവിയർ ബാറ്റ്ലെറ്റ്, കൂപ്പർ കനോലി, പാറ്റ് കമിൻസ്, ടിം ഡേവിഡ്, കാമറൺ ഗ്രീൻ, നഥാൻ എല്ലിസ്, ജോഷ് ഹേസൽവുഡ്, ട്രാവിസ് ഹെഡ്, ജോഷ് ഇംഗ്ലീസ്, മാത്യു കുഞ്ഞമൻ, ഗ്ലെൻ മാക്സ്വെല്, മാത്യു ഷോട്ട്, മാർക്കസ് സ്റ്റോയിനിസ്, ആദം സാംബ. ഇതാണ് സ്ക്വാഡ്. ഓസ്ട്രേലിയ ഗ്രൂപ്പ് ബിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഫെബ്രുവരി 11 ആദ്യ മത്സരം വരിക. അയർലൻഡിനെതിരെ ആദ്യ മത്സരം കൊളംബോയിൽ കളിക്കും. രണ്ടാമത്തെ മത്സരം സിംബാബ്വേക്കെതിരെ കൊളംബോയിൽ കളിക്കും. മൂന്നാമത്തെ മത്സരം കാൻഡിയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഫെബ്രുവരി 16 കളിക്കും. അതിനുശേഷം ഫെബ്രുവരി 20 ഒമാനെതിരെ കാൻഡിയിൽ കളിക്കും. അവരുടെ മത്സരങ്ങളൊക്കെ ശ്രീലങ്കയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.